ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നല്ല പണിയിലാണ്. ഇവിടെ ഓണത്തിന് എടുക്കാൻ വേണ്ടി കുറച്ച് ചേനയും ചേമ്പും ഒക്കെ ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നട്ടായിരുന്നു. പക്ഷേ വേനൽ കൊണ്ട് ഇതൊക്കെ മുളയ്ക്കാൻ വൈകിയതേ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പം. കണ്ടോ, ഇതെൻ്റെ ചേനയാണ്. ഞാൻ 10-20 ചുവട് തേന നട്ടായിരുന്നു പല സ്ഥലത്തായിട്ട്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഒന്നും മുളച്ചില്ല. ഇപ്പോഴത് മുളച്ച് പൊങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ജോലി ഇതിൻ്റെ ഇടയ്ക്കുള്ള പുല്ല് പറിക്കലായിരുന്നു. കണ്ടോ, നിറച്ച് പുല്ലായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ പറിച്ച് ഞാനിത് ഇന്ന് ക്ലീൻ ചെയ്തു. കണ്ടോ, ക്ലീൻ ചെയ്തു അതിലെ പുല്ലൊക്കെ മാറ്റി. കണ്ടോ, ഇതാണ് എൻ്റെ ചേന. ഓണത്തിന് എടുക്കാൻ വേണ്ടിയുള്ള ചേനയാണിത്. ഇത് 10-20 ചുവടോളം ഞാൻ നട്ടായിരുന്നു. അതെല്ലാം മുളച്ച് വന്നായിരുന്നു. പിന്നെ കുറച്ച് ചേമ്പും ഒക്കെ നട്ടിട്ടുണ്ട്. ചേമ്പിന് ഇതേ ഇപ്പം കണ്ടോ 5-6 ഇല വന്നു. ഈ 5-6 ഇല വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അടിവളം വെച്ചാണ് ഞാൻ നട്ടതെല്ലാം കേട്ടോ. ചേനയും അതെ ചേമ്പും അതെ എല്ലാം ഞാൻ അടിവളം ഇട്ടാണ് നട്ടെങ്കിലും അതിന് ഇനി വളം കൊടുക്കണം. ഇതിൻ്റെ ചുവട് ഞാനൊന്ന് കിളച്ച് ക്ലീനാക്കി. ഇനിയിപ്പം ഞാൻ കുറച്ച് പുല്ലൊക്കെ വെട്ടിയെടുക്കാൻ പോവുകയാണ്. ശീമക്കൊന്നയുടെ ഇലയില്ലേ, അത് വെട്ടി ഇതിൻ്റെ ചുവട്ടി വെക്കും. എന്നിട്ട് കുറേ ചാണകപ്പൊടിയും കൂടെ ഇട്ട് നിറച്ച് പിന്നെ ഇട്ടതിന് ശേഷം അതങ്ങോട്ട് ചുറ്റും തടം എടുത്ത് മൂടും. ആ തടം അങ്ങ് മൂടും. അപ്പോഴത്തേക്ക് അത് പിന്നെ വളമിട്ടില്ലേലും പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വല്ലതും പുളിപ്പിച്ച വെള്ളമൊക്കെ കൊണ്ടൊഴിച്ച വളം കൊണ്ടിട്ടാൽ നല്ലതാണ്. ഇല്ലെങ്കിലും അത് നല്ലതായിട്ട് ചേന വന്നോളും, ചേമ്പും വന്നോളും. കണ്ടോ, ചേമ്പൊക്കെ കണ്ടോ നിൽക്കുന്നത്, എല്ലാത്തിനും ഇലയൊക്കെ വന്നു. ഇവിടെ ഒരു ചേമ്പ് നട്ടിരുന്നു കേട്ടോ ഞാൻ. ആ ചേമ്പുണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിലൊരു പപ്പായ മരം പിടിച്ചു. ആ പപ്പായ മരമായിരുന്നാൽ നന്നായി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പറിച്ച് കളയണ്ട, ഇവിടെ നിന്നോട്ടെ. ഇപ്പം നല്ലൊരു പൂവൊക്കെ വന്ന്, കുറച്ച് പൂക്കളൊക്കെ വന്ന്, അതിലൊരു കായും ഒക്കെ വന്ന്. കണ്ടോ, അപ്പം അത് കാരണം പറിച്ച് ആ ചേമ്പിൻ്റെ ചുവട്ടിലാണ്. എന്നാലും ഞാൻ പറിച്ചില്ല, അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെ ഈ എൻ്റെ അടുക്കളത്തോട്ടം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കണ്ടോ, ഈ അടുക്കളത്തോട്ടത്തിലെ എൻ്റെ ചേനയും എൻ്റെ ചേമ്പും കണ്ടോ ചേമ്പിൻ്റെ ചുവട്ടിലെ പപ്പായയും ഒക്കെ കണ്ടല്ലോ. നല്ല രസമല്ലേ ചേന കാണാൻ. പിന്നെ ഞാൻ കുറേ കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ കപ്പ. അതിന് ഞാൻ ഇപ്പോൾ വളം വെക്കാനായിട്ട് ചുവടൊന്നും എടുത്തില്ല ഞാൻ. അതെ, എല്ലാം കൂടെ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് വേണ്ട, അതിന് ഞാൻ തടമൊന്നും എടുത്തില്ല. അത് ഞാൻ പിന്നെ തടം എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ എൻ്റെ കപ്പയുണ്ടോ. 2 വരി കപ്പ ഞാൻ നീളത്തിൽ നട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ നീളത്തിൽ അങ്ങനെ നട്ടിട്ടുണ്ട്. എല്ലാം പിടിച്ചു കേട്ടോ, നല്ലതായിട്ട് പിടിച്ച് ഇപ്പോൾ ഉണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ കപ്പ. കണ്ടോ, അതിന് വളം പിന്നെ ഇടാം. ഇട്ട് മണ്ണ് മൂടണമല്ലോ. അത് അടുത്ത ദിവസം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ചേന കാണുക, എൻ്റെ ചേമ്പ് കാണുക. കണ്ടോ, എല്ലാവരും കണ്ടോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇതെൻ്റെ ചെറിയ ഒരു കൃഷിയാണ്. അടുക്കളയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു കൃഷിയാണ് ഈ കാണിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൽ ഓരോ തൈ നടാൻ വേണ്ടി എടുത്തൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതാണ്. നട്ടില്ല, ഞാൻ പാകി നിർത്തിയിരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഇനി വെക്കണം. കണ്ടോ, ചട്ടിയൊക്കെ നിറച്ച് വെച്ചേക്കുന്നുണ്ടോ, ഇതെല്ലാം കണ്ടോ. അടുത്ത ദിവസം ഞാനതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ മുള്ളാത്തയുണ്ട് കേട്ടോ. മുള്ളാത്ത കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. മുള്ളാത്ത 2 എണ്ണം ഉണ്ട്. അത് നിറയെ പൂ പിടിച്ചു. പക്ഷെ കായായിട്ടില്ല, പൂവുണ്ട്. മുള്ളാത്ത കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇതാണ് മുള്ളാത്ത, ഈ മരമാണ് മുള്ളാത്ത. അതിൽ നിറച്ച് പൂവായി. കണ്ടോ, ഇതാണ് അതിൻ്റെ പൂവ്. കണ്ടോ, കായായിട്ടില്ല, പൂ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇതേണ്ട, ഇതാണ് പൂവ്. കണ്ടല്ലോ, ഇതാണ് പൂവ്. അതിൻ്റെ മരത്തിലെല്ലാം ഉണ്ട്, കൊമ്പുകളിലൊക്കെ ഉണ്ട്. അത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. കണ്ടോ,
കാണിക്കാം. പക്ഷെ കായൊന്നും ആയിട്ടില്ല, നിറച്ച് പൂവേ ആയിട്ടുള്ളൂ. 2 മുള്ളാത്തയുണ്ട്, അതിൽ 1 കായായിട്ടുണ്ട്. ആ കാ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണത്തിൽ ഒരു കുഞ്ഞ് കായ കിടക്കണ